ഹലോ, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ രസം വെക്കാമെന്ന് നോക്കാം. അയ്യോ വന്നില്ല. ആദ്യം നമുക്ക് ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് കടുകിടാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടിയും ഒരു നുള്ളു ജീരകവും കൂടിയാണ് ഞാൻ പൊട്ടിക്കുന്നത്. അടുത്ത് നമുക്ക് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. വറ്റൽമുളക്, ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളി കരിയും. ഇനി അടുത്ത് കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അടുത്തത് വെളുത്തുള്ളിയാണ്. വട്ടത്തിൽ അരിഞ്ഞാണ് ഞാൻ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ഒരു 10 അല്ലി എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വട്ടത്തിന് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഞാൻ. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കാം. അത് കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത് കുറച്ച് കറിവേപ്പില, നമുക്കത് ആദ്യം വേണമെങ്കിൽ ചേർക്കാം. ഞാനത് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഒന്ന് ഇളക്കി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്തിട്ട് ഒന്ന് എളുപ്പം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാതെ, ഒന്നുകിൽ ഇപ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് അടുത്തതായിട്ട് ചേർക്കാം. ഞാനൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു 1-2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മിനിറ്റല്ല, 1-2 സെക്കൻഡ് കേട്ടോ. അപ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ട് വഴണ്ട് തുടങ്ങും. പിന്നീട് നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം. ഞാൻ വളരെ കുറച്ച് പൊടികൾ മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് രസം വെക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒന്ന് ഇളക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കാം. അതിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറി കിട്ടുന്നവരൊന്ന് ഇളക്കണം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. കുറച്ച് മതി, വളരെ കുറച്ച് എമൗണ്ടിലൊക്കെ നമുക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റാം. അതിലേക്ക് ഞാൻ ഇനി ഒരു 3 പിഞ്ച് അല്ലെങ്കിൽ 3-4 പിഞ്ച് കായപ്പൊടി, നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള കായപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ LGയുടെ കായപ്പൊടിയാണ് ചേർക്കുന്നത്. കട്ട കായം വേണമെങ്കിൽ നമുക്കത് ചേർക്കാം. കട്ടക്കായം ചേർക്കുമ്പോൾ എണ്ണ ചൂടായി വരുന്ന കടുകിട്ട് പൊട്ടിക്കുന്നതിന് മുന്നേ കായം ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നീട് ചേർക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ രുചി കിട്ടും. ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അതിൻ്റെ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പുളിവെള്ളം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള പുളിപ്പിനുള്ള വെള്ളം ഇത് ചേർത്തിട്ട് കലക്കി അതൊന്ന് എടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. പുളി ഇച്ചിരി അധികമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഒന്നെല്ലാം കൂടെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. തിളയ്ക്കാൻ വിടരുത്, രസം തിളയ്ക്കാൻ വിടരുത്. തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ.
അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് കാണാം. ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇതിന് പാകമാണോ എന്നുള്ളത് ഇടയ്ക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ലാസ്റ്റിൽ ചേർക്കാനുള്ള മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ആവശ്യമുള്ളതുപോലെ ചേർക്കാം. എനിക്ക് അത് ഇഷ്ടമായിട്ട് ഞാൻ ഇച്ചിരി അധികം ചേർത്തിട്ടുണ്ട്. ചിലർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ടാറ്റ, ബൈ ബൈ.